രാവിലെ തന്നെ എൻ്റെ കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും അമ്മയും ആരും കൂടി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഒന്ന് കഴിക്കാണ്ടായിരുന്നത് ഗോതമ്പ് നുറുക്ക് ഉപ്പുമാവാണ്. അങ്ങനെ അവരൊക്കെ കഴിച്ച് കഴിയാറാകുമ്പോഴേക്കും ഞാനും കഴിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആരും എൻ്റെ അടുത്തേക്ക് വന്നു. കാരണം ഞാൻ പഞ്ചസാര കൂട്ടിയിട്ടാണ് ഉപ്പുമാവ് കഴിച്ചത്. എനിക്കിങ്ങനെ ഗോതമ്പ് നുറുക്കൊന്നും അധികം ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഞ്ചസാര കൂട്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മറത്ത് പോയിട്ട് ഇരിക്കുകയാണ്. അവിടെ നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നും വെയിലുള്ള ദിവസമാണ്. അപ്പോൾ അവൻ്റെ വണ്ടിയിലാണ്. ഇതൊന്നും ഉണ്ടാക്കാൻ പോണത് എന്നാ പിന്നെ ആര് പറഞ്ഞ പോലെ നമുക്ക് ബിരിയാണി തന്നെ ഉണ്ടാക്കി കളയാം. അങ്ങനെ ബിരിയാണിയുടെ അരിയൊക്കെ ഞാൻ എടുത്തിട്ട് വരുന്നുണ്ട്. ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ബിരിയാണിയൊന്നുമല്ല. ബിരിയാണി ആയിട്ടില്ല, നെയ്ച്ചോറുമായിട്ടില്ല, രണ്ടിൻ്റെ ഇടയിലുള്ള എന്തോ ഒരു സംഭവമാണ്. പെട്ടെന്ന് എടുത്ത തീരുമാനമായതുകൊണ്ട് തന്നെ അതിന് വേണ്ട സാമഗ്രികൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. എന്തായാലും പോട്ടെ, ഉള്ളത് വെച്ച് ഓണം പോലെയെന്നല്ലേ. അതുകൊണ്ട് അങ്ങനെ ഇങ്ങോട്ട് സമാധാനിക്കാം. എന്തായാലും ഞാൻ അരിയൊക്കെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അളവൊക്കെ നോക്കിയിട്ട് പിന്നെ അമ്മ അപ്പോഴേക്കും ചിക്കൻ്റെ പരിപാടികൾ നോക്കുന്നുണ്ട്. സവാളയും വെളുത്തുള്ളിയും ഒക്കെ ഇഞ്ചി പച്ചമുളകും ഒക്കെ അരിഞ്ഞ് സാധാ എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെ തന്നെ കേട്ടോ. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വഴറ്റിയ സാധനങ്ങൾ അതിലിട്ടിട്ട് ഇളക്കിയിട്ട് അമ്മ കുക്കറിൽ അടുപ്പത്ത് വെച്ചു. അതൊക്കെ അടുപ്പത്ത് വെക്കുമ്പോഴേക്കും ഞാൻ അടിച്ചുവാരി തുടയ്ക്കാനൊക്കെ പോയി. അമ്മ രാരുവിനെ കുളിപ്പിക്കാൻ പോയി. അപ്പോഴേക്കും ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് വേറെ പാത്രത്തേക്ക് ഒഴിച്ച് വെക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അമ്മ സാലഡിലേക്ക് ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നു. അതിലേക്ക് മോരൊക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ സാലഡും റെഡിയായി. പിന്നെ എൻ്റെ ബിരിയാണി പരിപാടി. ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അതായത് മുന്തിരിയിലെ വണ്ടിപ്പരിപ്പിൽ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഇട്ട് ചൂടാക്കി നെയ്യിലേക്ക് മസാലക്കൂട്ടില്ല, ബിരിയാണിയുടെ മസാലക്കൂട്ട് അങ്ങനെ പൊട്ടിച്ചിട്ട് ഇട്ടു കേട്ടോ. അതിലേക്ക് പാകത്തിന് വെള്ളം, അതായത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ എടുക്കാറ് കേട്ടോ. അതിൽ പാകത്തിന് ഉപ്പുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കുകയാണ് കേട്ടോ. അതിനുശേഷം അതൊക്കെ അടച്ചു വെച്ചു അത് തിളക്കാൻ വേണ്ടിയിട്ട്. അതിനിടയിൽ തിളയ്ക്കണ സമയം കൊണ്ട് ഞാൻ ഓരോരോ കോപ്രായത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ തിളച്ച് വന്നപ്പോൾ അരി അതിലേക്ക് ഇട്ടു കേട്ടോ. അരിയൊക്കെ മുഴുവനായിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ബിരിയാണി ചോറ്, നെയ്ച്ചോറിൻ്റെ പകുതി ചോറും ബിരിയാണിയും ചേർത്തിട്ട് ബിരിയാണി ചോറ് റെഡി. രാരുവിന് കൊടുത്തപ്പോൾ രാരു പറഞ്ഞത് സൂപ്പർ എന്നാണ്. രാരു എന്ത് കൊടുത്താലും സൂപ്പർ എന്നാണ് പറയാറ്. അമ്മയും സൂപ്പർ എന്നാണ് പറഞ്ഞത്. ഇതാ കണ്ടോ അമ്മ സൂപ്പർ എന്ന് കാണിക്കുന്നത്. എന്തായാലും ഞങ്ങളെല്ലാവരും കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും സാധനം എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റ് ഒക്കെ ഉണ്ട്. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ.